ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ നിർമ്മിത ബുദ്ധിയുടെ ആഗോള കേന്ദ്രമാകാനുള്ള പ്രയാണത്തിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രം മാർഗ്ഗരേഖ പുറത്തിറക്കി. സ്ത്രീകൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളിൽ വിദേശ ഏജൻസി അഭിപ്രായ പ്രകടനം നടത്തുന്നത് അനുചിതമെന്ന് കേന്ദ്രം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 84.34%. കേരളത്തിൽ രോഗവ്യാപനം ആശങ്കാജനകമെന്ന് ആരോഗ്യമന്ത്രി. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 59 റൺസ് വിജയം. നിർമ്മിത ബുദ്ധിയുടെ ആഗോള കേന്ദ്രമായി മാറാൻ ഇന്ത്യ ശ്രമിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച റെയ്സ് 2020 ഉച്ചകോടി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെയും ആയുധവൽക്കരണത്തിനായി അത് ഉപയോഗിക്കുന്നതിന് തടഞ്ഞ് ലോകത്തെ സംരക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകത പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. നിർമ്മിത ബുദ്ധി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നതിലെ നടപടിക്രമങ്ങളുടെ സുതാര്യത പ്രധാനമാണെന്നും അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധിക്ക് ഭൂമിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കോവിഡ് മഹാമാരിക്കിടയിൽ പല മേഖലയിലും അവലംബിച്ച ഡിജിറ്റൽ രീതികൾ എത്രത്തോളം സഹായകരമാണെന്ന് രാജ്യം കാട്ടിത്തന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഭാഗമായി സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകുന്ന ദേശീയ വിദ്യാഭ്യാസ നയമാണ് അടുത്തിടെ ഇന്ത്യ സ്വീകരിച്ചത്. യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിനായി ഈ വർഷം ഏപ്രിലിൽ ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി എന്ന പരിപാടി ആവിഷ്കരിച്ചതായും അതിലൂടെ 11,000-ഓളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന പരിശീലനം നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗ്ഗരേഖ പുറത്തിറക്കി. വിശദാംശങ്ങളുമായി അനിൽകുമാർ. ഈ മാസം 15-ന് ശേഷം സ്കൂളുകൾ ക്രമേണ തുറക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ 2 ഭാഗങ്ങളായി തിരിച്ചാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒന്നാം ഭാഗത്തിൽ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണുള്ളത്. മുഖാവരണം ധരിക്കുന്നതും സാമൂഹ്യ അകലം പാലിക്കുന്നതും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. മാർഗ്ഗനിർദ്ദേശത്തിന്റെ 2ാം ഭാഗത്തിൽ മഹാമാരിക്കിടയിൽ അക്കാദമിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അവലംബിക്കേണ്ട രീതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടച്ചുപൂട്ടൽ കാലത്ത് അവലംബിച്ച ഗൃഹാധിഷ്ഠിത പഠനത്തിൽ നിന്ന് ക്ലാസ് മുറി പഠനത്തിലേക്ക് സുഗമമായി മാറുന്നതിനുള്ള രീതികൾ പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പഠന പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകി സമഗ്രമായ ബദൽ അക്കാദമിക കലണ്ടർ തയ്യാറാക്കണം. സ്കൂളുകൾ തുറന്ന ശേഷം മുൻഗണനാടിസ്ഥാനത്തിൽ ക്ലാസുകൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അധ്യയനത്തിനായി സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന് അധ്യാപകർ സജ്ജരാകണം. സുരക്ഷയും സാമൂഹിക അകലവും പാലിക്കുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരണമായി സ്കൂളുകൾക്ക് അവരുടേതായ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ചരക്കു സേവന നികുതി ഇനത്തിൽ ഇതുവരെ ശേഖരിച്ച 20,000 കോടി രൂപ ഉടൻ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 42ാമത് ജിഎസ്ടി കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ജിഎസ്ടി ഇനത്തിൽ 1.65 ലക്ഷം കോടി രൂപ പ്രത്യേക സമവാക്യങ്ങളൊന്നുമില്ലാതെ തന്നെ വിതരണം ചെയ്യും. ശ്രീ സുശീൽ മോദിയുടെ നേതൃത്വത്തിൽ ഇതിനായി സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ചയോടെ കുറഞ്ഞ തുക ലഭിച്ച സംസ്ഥാനങ്ങൾക്ക് 24,000 കോടി രൂപ വിതരണം ചെയ്യുമെന്നും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകളുടെ മൊറട്ടോറിയം കാലാവധിയിലെ കൂട്ടുപലിശ വേണ്ടെന്ന് വയ്ക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീംകോടതി റിസർവ് ബാങ്കിനും കേന്ദ്ര സർക്കാരിനും ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് ഈ മാസം 13-ന് വീണ്ടും പരിഗണിക്കും. സൂപ്പർസോണിക് മിസൈൽ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ടോർപിഡോ സംവിധാനം സ്മാർട്ട് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്നലെ ഒഡീഷ തീരത്തെ വീലർ ദ്വീപിലായിരുന്നു പരീക്ഷണം. മിസൈലിന്റെ ഉയരപരിധി, പരമാവധി ദൂരം, കൃത്യസമയത്തുള്ള ടോർപിഡോയുടെ വിക്ഷേപണം തുടങ്ങിയ പരീക്ഷണ ലക്ഷ്യങ്ങളെല്ലാം നേടാനായി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായി ലഡാക്ക് മേഖലയിൽ വ്യോമസേനാ സാന്നിധ്യം ശക്തമാക്കി ഇന്ത്യ. ലഡാക്കിലെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി RKS ബദൌരിയ മാധ്യമങ്ങളോട് പറഞ്ഞു. സൈനികർക്ക് വർദ്ധിപ്പിച്ച നിരക്കിൽ കുടുംബ പെൻഷൻ ലഭിക്കാനുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. വർദ്ധിപ്പിച്ച നിരക്കിൽ കുടുംബ പെൻഷൻ ലഭിക്കണമെങ്കിൽ 7 വർഷത്തെ സേവനം വേണമെന്ന വ്യവസ്ഥയിലാണ് ഇളവ് വരുത്തിയത്. 2019 ഒക്ടോബർ 1 മുതൽ പ്രാബല്യം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. രാജ്യത്ത് സമീപകാലത്ത് സ്ത്രീകൾക്കെതിരെ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് UN റെസിഡന്റ് കോഓർഡിനേറ്റർ നടത്തിയ അഭിപ്രായ പ്രകടനം അനുചിതമാണെന്ന് കേന്ദ്രം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ സർക്കാർ വളരെ ഗൌരവമായാണ് കാണുന്നതെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ന്യൂഡൽഹിയിൽ പറഞ്ഞു. അനാവശ്യ അഭിപ്രായ പ്രകടനങ്ങൾ വിദേശ ഏജൻസികൾ ഒഴിവാക്കണം. രാജ്യത്തെ ഭരണഘടന എല്ലാ പൌരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്ന ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യയെന്നും വിദേശകാര്യ വക്താവ് കൂട്ടിച്ചേർത്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 84.34%ത്തിലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതുതായി 74,442 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 9,34,427 ആയി. 24 മണിക്കൂറിനിടെ 903 മരണം രേഖപ്പെടുത്തി. കേരളത്തിൽ കോവിഡ് വ്യാപനം ഗൌരവതരമാണെന്നും ജാഗ്രത കുറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 5042 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 4640 പേർ രോഗമുക്തി നേടി. സമ്പർക്കത്തിലൂടെ 4338 പേർക്കാണ് രോഗബാധയുണ്ടായത്. 450 പേരുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. 110 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ മാത്രം 705 പേർക്ക് കോവിഡ് ബാധ കണ്ടെത്തി. തിരുവനന്തപുരത്ത് 700-ഉം കോഴിക്കോട് 641 പേർക്കുകൂടി രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് മരണം 859 ആയി. ഇന്നലെ 23 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 84,873 പേരാണ് ഇപ്പോൾ കോവിഡ് ചികിത്സയിലുള്ളത്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 3 ആഴ്ചത്തെ കോവിഡ് കണക്കുകൾ അനുസരിച്ച് രോഗബാധിതരുടെ എണ്ണം 46,000 ആണ്. മുൻ ആഴ്ചകളിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഗബാധയുടെ തോത് കുറഞ്ഞുവരുന്നതായാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നലെ 5,395 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം 6,25,000 കടന്നു. രോഗമുക്തി നേടിയവർ 5,69,000 ആണ്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,54,00,000 കടന്നു. 10,42,000 ആളുകൾ രോഗം ബാധിച്ച് മരിച്ചു. കേൾവിക്കുറവ് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമായ പഠനോപകരണങ്ങൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രവും NCERTയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി തപാർചന്ദ് ഗെഹ്ലോട്ട്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് എന്നിവരുടെ വെർച്വൽ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. മഹാരാഷ്ട്രയിൽ സ്വവർഗ അനുരാഗികൾ, ട്രാൻസ്ജെൻഡറുകൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന പ്രത്യേക സെല്ലിനായി NCP രൂപം നൽകി. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തുല്യ പരിഗണന നൽകുന്നതിനായാണ് സെൽ രൂപീകരിച്ചതെന്ന് മഹാരാഷ്ട്ര മന്ത്രിയും NCP സംസ്ഥാന അധ്യക്ഷനുമായ ജയന്ത് പാട്ടീൽ പറഞ്ഞു. രാജ്യത്ത് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി പ്രത്യേക സെൽ രൂപീകരിക്കുന്നതെന്ന് ശ്രീ പാട്ടീൽ വ്യക്തമാക്കി. സെല്ലിന്റെ സംസ്ഥാന അധ്യക്ഷയായി പ്രിയ പാട്ടീലിനെ നിയമിച്ചു. മറ്റ് 13 ഭാരവാഹികളെയും നിശ്ചയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 59 റൺസ് വിജയം. 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബാംഗ്ലൂരിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 4 വിക്കറ്റ് വീഴ്ത്തിയ കഗിസോ റബാദയാണ് ബാംഗ്ലൂർ ബാറ്റിംഗിനെ തകർത്തത്. വിരാട് കോഹ്ലി മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മധ്യനിരയ്ക്ക് നിലയുറപ്പിക്കാൻ സാധിക്കാതെ പോയതാണ് ബാംഗ്ലൂരിന് തിരിച്ചടിയായത്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ അഭിനേത്രി കങ്കണ റണാവത്ത് നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് മുംബൈ ഹൈക്കോടതി മാറ്റിവച്ചു. അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് തന്റെ വീട് ഭാഗികമായി പൊളിച്ചതിനെതിരെയാണ് കങ്കണ ഹർജി സമർപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ നിർമ്മിത ബുദ്ധിയുടെ ആഗോള കേന്ദ്രമാകാനുള്ള പ്രയാണത്തിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രം മാർഗ്ഗരേഖ പുറത്തിറക്കി. സ്ത്രീകൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളിൽ വിദേശ ഏജൻസി അഭിപ്രായ പ്രകടനം നടത്തുന്നത് അനുചിതമെന്ന് കേന്ദ്രം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 84.34%. കേരളത്തിൽ രോഗവ്യാപനം ആശങ്കാജനകമെന്ന് ആരോഗ്യമന്ത്രി. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 59 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. വാർത്തകൾ ഇനി 10:15.